നന്ദേട്ടാ നമസ്കാരം. അത് ഞാനിപ്പോൾ ഈ നന്ദേട്ടൻ്റെ പുതിയ പുസ്തകം ആ വധയന്ത്രം ഇന്നുമുണ്ട് അല്ലേ, അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു വധയന്ത്രം അവസാനിച്ചതിൻ്റെ ചർച്ചയും യുദ്ധവും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഖമനൈ ഒരു വലിയ വധയന്ത്രമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ 30,000-ഓളം ആളുകളെയാണ് ഖമനൈയുടെ മതഭീകരത ഇറാനിൽ കൊലപ്പെടുത്തിയത്. ഖമനൈ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിന് വരും. പക്ഷേ ഇത് ആളുകളെ കൊല്ലുക എന്നുള്ള രീതി ഭരണാധികാരികൾ എക്കാലത്തും തുറന്നിട്ടുണ്ട്. പഴയ സോവിയറ്റ് യൂണിയനിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അങ്ങയുടെ പുസ്തകത്തിൽ അതേക്കുറിച്ച് സവിസ്തരം പറയുകയാണ്. പക്ഷേ ഈ നമ്മൾ കേൾക്കുന്ന പോലെ ഇന്ത്യക്ക് പുറത്തും മാത്രമല്ല, ഇന്ത്യക്കകത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ആളുകളെ കൊല്ലുന്ന വധയന്ത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴും ഉണ്ടെന്നുമാണ് അങ്ങയുടെ ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, മറ്റന്നാ പ്രകാശനം ചെയ്യാം. അപ്പോൾ ഏതായാലും വലിയ കൗതുകം ഉണ്ടാക്കുന്ന ഒരളവ് വരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ അവിശ്വസനീയമായ ഒരുപാട് വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി? ഇതിൻ്റെ പ്രസക്തി പ്രധാനമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല. അത് വധയന്ത്രമാണ്, അത് മനുഷ്യത്വമില്ലാത്ത പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളെ കൊല്ലുന്ന ഇപ്പോൾ ലോകത്തിലൊട്ടാകെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്ന് 10 കോടി ജനങ്ങളെ കൊന്നേ. 10 കോടി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണ പറയുമ്പോൾ ജിഹാദികളെ കൊന്നെന്ന് പറയും. അങ്ങനൊന്നല്ല, ജിഹാദികൾ കുറച്ചുപേരെ കൊന്നിട്ടുള്ളൂ. ജിഹാദികളെക്കാൾ 10 മടങ്ങാണ് ഇവർ കൊന്നിരിക്കുന്നത്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ കൊന്നിരിക്കുന്നതിന് വേറെ സവിശേഷത ഉള്ളത്, ജിഹാദികളെ എതിർ പ്രസ്ഥാനക്കാരെ കൊന്നിരിക്കുന്നത്. ജിഹാദികൾ കൊന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൊന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൊന്നിരിക്കുന്നത്. മൊത്തം ലോകത്തിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 10 കോടി ആളുകളെ കൊന്നതിൽ ഒരു 2 ലക്ഷത്തോ 3 ലക്ഷം ആളുകൾ മാത്രമാണ് എതിർ പ്രസ്ഥാനക്കാരുള്ളത്. ബാക്കി എല്ലാവരും സ്വന്തം പ്രസ്ഥാനക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലും. അതിന്റെ കാരണം ഈ പാർട്ടിയുടെ നിലനിൽപ്പതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലടക്കമുള്ള കൊല ചെയ്യപ്പെട്ടുള്ള ആളുകളുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് RSSകാർ മരിച്ചിരിക്കേണ്ട 100-150 പേര് മരിച്ചിട്ടുണ്ടാവും. മറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചിരിക്കുന്നവരുണ്ട് അതിനേക്കാളും കൂടുതലാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, TP ചന്ദ്രശേഖരൻ, പിന്നെ അവർ കൊല്ലാതെ കൊന്നിട്ടുള്ള ചാത്തുണ്ണി മാഷ്, കൊല്ലാതെ കൊന്നിട്ടുള്ള MV രാഘവൻ, പിന്നെ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്ന പുഷ്പൻ, കൂത്തുപറമ്പ് സംഭവത്തിനകത്ത്, അങ്ങനെ നിരവധി ആളുകൾ കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമാണത്. അത് തുടങ്ങി വെച്ചത് സ്റ്റാലിനാണ്. അത് 1936, 37, 38, 39 വർഷത്തിനകത്ത് ആദ്യമായിട്ട് അദ്ദേഹം കൊലപ്പെടുത്തുന്ന ആളുടെ പേര് ട്രാട്സ്കി എന്നാണ്. ഈ ട്രാട്സ്കി കൊല്ലുന്നത് സാധാരണ രീതിയിലല്ല, അയാളെ തല്ലിക്കൊല്ലിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ചേർന്നിട്ട് അയാളെ തല്ലിക്കൊല്ലുന്നു, വിറകുമുട്ടിക്ക് അയാളെ അടിച്ചു കൊന്നു. ഞാൻ ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ടത് അയാളെ തല്ലിക്കൊല്ലുന്നു. അതിനുശേഷം തല്ലിക്കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന യഹോഡയാണ്. ആ യഹോഡ് തല്ലിക്കൊല്ലുന്നതിന് ശേഷം ആ യഹോഡയെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന വേറെ ആളാണ്, ഞാൻ പേര് മറന്നുപോയി. അയാളെ തല്ലിക്കൊല്ലുന്നു. അപ്പൊ അത് എന്ന് മാത്രമല്ല, ഹംഗറിയുടെ പ്രസിഡന്റ് ഉണ്ട്. ഈ ഹംഗറി ഏറിയൻ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം സോവിയറ്റ് റഷ്യ സന്ദർശിക്കുന്നു, സ്റ്റാലിനായിട്ട് സംസാരിക്കുന്നു, ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു. കയ്യോടെ ഹംഗേറിയൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുകയാണ് അവിടെ മോസ്കോയിൽ വെച്ചിട്ട്. ഇത് ചരിത്രരേഖകളിലുണ്ടല്ലോ. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മറ്റൊരു രാജ്യത്തേക്ക് വരുന്ന സമയത്ത് അവരെ കൊലപ്പെടുത്തുന്ന പരിപാടി എവിടെയില്ല. ഇത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഹംഗറിക്കാരനായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കൊലപ്പെടുത്തിയത് സ്റ്റാലിനാണ്. ഇത് രേഖയിലുണ്ട്. ഇന്ന് മാത്രമല്ല, സ്റ്റാലിൻ്റെ ജയിലുകളുടെ വളരെ അനുഭവമുണ്ട്. രസകരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അതിക്രൂരമായിട്ടുള്ള അവസ്ഥ. അപ്പം അതിനെക്കുറിച്ചിട്ട് കിസലോവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ചിന്തകനാണ്. അപ്പം അദ്ദേഹത്തിനോട് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി. ആ കോടതി ചോദിക്കുന്നുണ്ട് ജയിലിൽ എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പം ജയിലിൻ്റെ എത്ര വലിപ്പമുണ്ട്? അപ്പം ജയിലിൻ്റെ വലിപ്പം 100 സ്ക്വയർ ഫീറ്റ്. എത്ര പേര് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്നു 100 ഏകദേശം 100ഓളം ആളുകളുണ്ടായിരുന്നു ജയിലിനകത്ത്. അത് സാർ ചക്രവർത്തിയുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ജയിലാണ്. അന്ന് 16 പേർക്ക് കിടക്കാവുന്ന ജയിലിനകത്ത് ഇന്ന് അവിടെ ഉള്ളത് 116 പേരാണെന്നുള്ള കിസലോവ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ പുസ്തകത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു കൊടുത്തത്, നമ്മൾ സാധാരണ കേരളത്തിൽ ധരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് എഴുത്തുകാരും ചിന്തകന്മാരും കമ്മ്യൂണിസ്റ്റാന്നാ. ഇവരാരും കമ്മ്യൂണിസ്റ്റ് അല്ല, ഇവര് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രൂരത കണ്ട ആദ്യമായിട്ട് ഇവിടുന്ന് സോവിയറ്റ് റഷ്യയിലേക്ക് പോയിട്ട് സോവിയറ്റ് റഷ്യയിലെ ക്രൂരതകളെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ച ആളുടെ പേര് P. കേശവദേവ് എന്നാണ്. P. കേശവദേവ് എഴുതിയിട്ട് പുസ്തകമുണ്ട്, കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്നാണ്. അതിനകത്ത് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോടതി ചോദിക്കുകയാണ്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ കിസലോവിന്റെ ഉത്തരം, ഇതൊക്കെ റഷ്യയിൽ നടക്കുന്നതാണ്.
റഷ്യയിൽ നടക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും 100-150 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ജയിലറകൾക്കുള്ളിൽ 100-116 പേരെ കിടത്തുന്നു. അവർക്ക് കിടക്കാൻ പോലും സൗകര്യം ഉണ്ടാവില്ല, അവർക്ക് നിൽക്കേണ്ടി വരും. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, അപ്പൊ എല്ലാവരും നിൽക്കുകയായിരുന്നു എന്ന്. അപ്പൊ കിസ്ലവ് ഉത്തരം പറയുന്നത്, ഞങ്ങള് തവണകൾ വച്ചുകൊണ്ട് ഞങ്ങൾ മാറിക്കിടക്കും, ചില ആളുകൾ ഇരിക്കും, ആ സമയത്ത് നിൽക്കുന്നതാണ്. നടക്കാനുള്ള സൗകര്യമേ ഉണ്ടാവില്ല, ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടില്ല. അങ്ങനെ ഭക്ഷണം കൊടുക്കാണ്ട് നിരവധി ആളുകളുടെ ജയിലിൽ കിടന്ന് മരിച്ചതിന്റെ ചരിത്രവും ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. മറ്റൊന്നൊരു ഏറ്റവും വലിയ കൊലപാതകി എന്ന് പറഞ്ഞാല് മാവോ സേത്തുങ് ആണ്. മാവോ സേത്തുങ് എന്ന് പറയുന്ന ആൾ 1958 തുടങ്ങിയിട്ട് 61 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് സോവിയറ്റ് ചൈനയിൽ കൊലപ്പെടുത്തിയത് 5.5 കോടി ജനങ്ങളെയാണ് പട്ടിണിക്കിട്ട് കൊന്നത്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ബുദ്ധമതക്കാര് വലിയ അഹിംസാവാദികളാണ്, അവര് നോൺ വെജ് അവരൊന്നും കഴിക്കില്ല. പക്ഷെ ഇന്ന് അവർ കഴിക്കുന്ന പച്ചമാംസം കഴിക്കുക. എന്താ കാരണം? അവിടെ കമ്മ്യൂണിസം ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ അവരെ കൊണ്ട് പച്ചമാംസം കഴിപ്പിച്ചു. വേവിച്ചു പോലും കഴിക്കാനുള്ള നിവൃത്തി അവർക്കില്ല. ഭക്ഷണത്തോടുള്ള ആർത്തിയുണ്ട്. അവരുടെ അവിടുത്തെ ഭക്ഷണശാലകൾ മുഴുവൻ അടച്ചുപൂട്ടി ഭക്ഷണം കൊടുക്കാതെ കണ്ട് 5.5 കോടി ജനങ്ങളാണ് അവിടെ ചൈനയിൽ പിടഞ്ഞു വീണ് മരിച്ചത്. അങ്ങനെ ഹംഗറിയിൽ മരിച്ചിട്ടുണ്ട്, അങ്ങനെ പോളണ്ടിൽ മരിച്ചിട്ടുണ്ട്, അങ്ങനെ നിരവധി റുമാനിയയിൽ മരിച്ചിട്ടുണ്ട്, ചിലിയിൽ മരിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ ആ സ്ഥലത്തെല്ലാം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന്. ഇപ്പൊ നേരത്തെ എന്നോട് ഖൊമീനിയുടെ കാര്യം പറഞ്ഞു. അത് ഖൊമീൻ 2-3 ലക്ഷം പേരെ കൊന്നിട്ടുള്ളൂന്നേ, വളരെ കുറവാ നമ്പർ. അത് പോൾ പോട്ടിന്റെ ഒക്കെ അലമാരകളിൽ അടുക്കി വെച്ചിരുന്ന തലയോടുകളുടെ ചിത്രം നമ്മൾ ഇപ്പോഴും തലയോടുകളുടെ ചിത്രം എന്ന് മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ തന്നെ ബാബർ വന്ന് ആക്രമിച്ചു എന്ന് പറയുന്നല്ലോ. അയാൾ വന്ന എവിടെ നിന്നാണെന്നറിയാമോ? അയാൾ വന്നത് സോവിയറ്റ് യൂണിയന്റെ അതിർത്തിയിൽ നിന്നാണ് വന്നേ. അന്നേ അവിടെ ഒരു പാരമ്പര്യമുണ്ട്. ഈ മരിച്ച മനുഷ്യന്റെ തലയോട്ടിയില് മദ്യം സേവിക്കുന്ന ഒരു വംശം അവിടെ ഉണ്ട്. അതിന്റെ പേരാണ് തൈമൂർ വംശം. ഈ വംശത്തിൽ പിറന്ന ആളാണ് ബാബർ. ഈ വംശമായിട്ട് ബന്ധമുള്ള ആളാണ് സ്റ്റാലിൻ. അതിന്റെ പേരിൽ മനുഷ്യനെ കൊന്നിട്ട് മനുഷ്യന്റെ തലയോട്ടി എടുക്കലും ആ തലയോട്ടിൽ മദ്യം സേവിക്കലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറുണ്ട്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാര് ഇത്തരത്തിൽ അക്രമം നടത്തുന്നുണ്ട്. അത് കേരളത്തിലും നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിരവധി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങള് എതിർ പ്രസ്ഥാനക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ നടത്തിയിട്ടുണ്ട്. അതിന് ആദ്യത്തെ കൊലപാതകത്തിന്റെ ഇര എന്ന് പറയുന്നത് പി കൃഷ്ണപിള്ളയാണ്. പാമ്പുകടി. ആ പാമ്പുകടിയെ കുറിച്ചിട്ട് ഞാൻ മൊത്തം ഇതിനകത്ത് വായിച്ചത് 28 പുസ്തകങ്ങളാണ്. 3 പുസ്തകത്തിൽ വായിച്ചപ്പോൾ 3 തരത്തിലാണ് കൃഷ്ണപിള്ള മരിച്ചു പോയത്. ഒരെണ്ണത്തിൽ പുള്ളി അവിടെ കമന്ന് കിടന്ന് എഴുതുമായിരുന്നു. ആ കമന്ന് കിടന്ന് എഴുതുന്ന സമയത്ത് കൈത്തണ്ടയിൽ വന്നിട്ട് പാമ്പ് കൊത്തി. ആ പാമ്പ് അതിന്റെ വാതിൽ പകുതി തുറന്നിരുന്ന് അതിനിടയിൽ കൂടി പാമ്പ് തിരിച്ചുപോയി. രണ്ടാമതൊരു പുസ്തകത്തിനകത്ത് വായിക്കുന്നത് അദ്ദേഹം പുറത്ത് കിടന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ പാമ്പ് കൊത്തി, മരിച്ചു. ഏതാണെങ്കിലും പാമ്പ് എവിടെ നിന്നാന്നുള്ളവർ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആ സ്ഥലത്ത് ഏകദേശം മുഹമ്മദിൽ 3-4 പ്രാവശ്യം പോയി. ഞാൻ ചില വീട്ടുകാരെ പോയി കണ്ടു. അതിൽ പ്രായമായിട്ടുള്ള ഒരാള് പറഞ്ഞത് ഈ മനുഷ്യന്റെ കയ്യിലിരിപ്പ് ശരിയല്ലായിരുന്നു. അതിന്റെ പേരിൽ ആരാണ് ചായയിൽ വിഷം കലക്കിയെന്നുള്ള അറിയില്ലായിരുന്നു എന്നാണ്. ചായയിൽ വിഷം കലക്കിയെന്നാണ് മുഹമ്മക്കാർ വിശ്വസിക്കുന്നതാണ്. അതിന് കാരണം പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആള്, നമ്മൾ ഇവരെത്ര മാന്യനാന്ന് പറഞ്ഞാലും ഏത് സഖാവെന്ന് വിളിച്ചാലും യാതൊരു അന്തസ്സും ഇല്ലാത്ത മനുഷ്യനാണ്. അതിന്റെ പേരിലാണ് കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർക്കുന്ന ആരാ? RSകാരല്ല തകർത്തത്, BJPക്കാരല്ല തകർത്തത്, കോൺഗ്രസ്സുകാരല്ല തകർത്തത്, ആ തകർത്ത് CPM-കാരാണ്. കാരണം ഈ പറയുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരൊക്കെ കുടുംബത്തെ നശിപ്പിച്ച ഒരു മഹാഭാവിയായിട്ടുള്ള മനുഷ്യനാണ് കൃഷ്ണപിള്ള. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കൊലപ്പെടുത്തിയെന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. അത് ലെനിൻ അംഗീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1939 നാൽവർ സംഘമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്, ചൈനയെ പോലെ തന്നെ. ആ നാൽവർ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒന്ന് BC ശേഖർ ഉണ്ടായിരുന്നു, രണ്ടാമത് K ദാമോദരൻ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, നാലാമത്തെ EMS ഉണ്ടായിരുന്നു. EMS ഒഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും ആദ്യം മരിച്ച കൃഷ്ണപിള്ള മരിച്ചുപോയി. എല്ലാവരും അപ്രസക്തരായി. ശേഖർ ആദ്യം നിവൃത്തിയില്ലാതെ കണ്ട് 1967 സമയത്ത് നക്സൽ പ്രസ്ഥാനം ഉണ്ടായ സമയത്ത് അതിനകത്തേക്ക് കേൾക്കുന്നേ ഇല്ല. ശേഖർ നക്സൽ പ്രസ്ഥാനത്തിൽ പോയി. കാരണം EMS തള്ളിവിട്ടത് അങ്ങോട്ടേക്ക്. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ദയനീയമായിട്ട് മരിച്ച ആളാണ് BC ശേഖർ.
അതേപോലെ തന്നെയാണ് കെ ദാമോദരൻ. കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ചവര് EMS വിളിച്ചവര് വേദാന്തി ദാമോദരൻ എന്നാ വിളിച്ച്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ഇന്ത്യയുടെ ആത്മാവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭാരതീയമായിരിക്കുന്ന ദർശനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ വേരോട്ടുണ്ടാവാതിരുന്നത്. പക്ഷെ അതിന്റെ സത്യം അതൊന്നുമല്ല കേട്ടോ. ഈ വടക്കേന്ത്യയിലിരിക്കുന്ന ആളുകൾ പലപ്പോഴും കേരളത്തെക്കാളും പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം കാൺപൂരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ആരംഭിച്ചത്. ഞാൻ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടത്. ആ പറയുന്ന സ്ഥലത്ത് പോലും കാൺപൂരിൽ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ഉണ്ടായിരുന്നു, അവിടുന്ന് MP ഉണ്ടായിരുന്നു, അവിടുത്തെ മുനിസിപ്പൽ മെമ്പർ ഉണ്ടായിരുന്നു, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടപടലം ഈ സ്ഥലത്തുനിന്ന് ആളുകൾ വേരോടെ വിഴുത് കളഞ്ഞിട്ടുണ്ട് ജനങ്ങൾ. കാരണം കമ്മ്യൂണിസം എന്താണെന്നുള്ള വിവരം വിദ്യാഭ്യാസം കുറഞ്ഞ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ജീവിതക്രമങ്ങളുള്ള ഉത്തരഭാരതത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ബീഹാറിലും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഒരു കാലത്ത് ഇവിടെ ബോംബെയിൽ അടക്കം വലിയ നിലയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടാകാൻ കാരണം അതിനെ കുറിക്കുന്ന കൃത്യമായുള്ള ധാരണ വളരെ സർവ്വസാധാരണക്കാരൻ അതിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം ഇല്ലാണ്ടാവുക? കമ്മ്യൂണിസം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യമല്ല, അത് നിലനിൽക്കില്ല, അതിന് യാതൊരു പ്രസക്തിയില്ല ലോകത്തിന്റെ മണ്ണിൽ. പക്ഷേ ഇടതുപക്ഷ സ്വഭാവം പലരെ സംബന്ധിച്ചുണ്ട്. ആ ഇടതുപക്ഷ സ്വഭാവം പോലും മാറേണ്ടത് അനിവാര്യമാണ്. മാറുന്നത് ഒരു നാടിൻ്റെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വികസനത്തിന് അനിവാര്യമാണെന്നാണ് എൻ്റെ അനുമാനം. അപ്പോൾ ഏതായാലും ഈ പുസ്തകം ഒരുപാട് പേർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചരിത്രം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചരിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എഴുതി വെച്ചത് മാത്രമല്ല, പറയാതെ പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് പറയാതെ തമസ്കരിച്ച ചരിത്രങ്ങളാണ്. ഇപ്പോൾ കൃഷ്ണപിള്ളിയുടെ കാര്യം തന്നെ പറയുമ്പോഴത്തേക്ക് കൃഷ്ണപിള്ളിയെക്കുറിച്ച് ഇപ്പോൾ നന്ദേട്ടൻ വളരെ നിർഭയം പറഞ്ഞു. കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാൾ ഒരു സാമൂഹ്യ വിരുദ്ധന് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഇപ്പോൾ മുഹമ്മയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പറയാൻ ആൾക്ക് പേടിയാണ്. പറയാൻ ആൾക്ക് ഇപ്പൊ കൃഷ്ണപിള്ളയുടെ വിവാഹം, തങ്കമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ആക്ഷേപമുള്ളത്? ആക്ഷേപത്തിന്റെ കഥ ഞാൻ പറയുന്നില്ല. ആക്ഷേപത്തിന്റെ കഥ നിങ്ങളൊന്ന് മുഹമ്മയിൽ പോയാലേ, വൈക്കത്ത് പോയാലും നിങ്ങൾക്ക് ആ കഥ പിടുത്തം കിട്ടും. എന്തുകൊണ്ടാണ് തങ്കമ്മയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാതിരുന്നത് എന്നുള്ളവരും. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലായിരുന്നു പി കൃഷ്ണപിള്ളയുടെ കുടുംബ പശ്ചാത്തലം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ദുരൂഹതകള്. പിന്നെ പലപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിലർ നിലനിൽക്കുന്നത്? ഭയപ്പെട്ടിട്ടാണ്. എങ്ങനെയാണോ സ്റ്റാലിനെ ഭയപ്പെട്ടത്, എങ്ങനെയാണോ മാവോ സേത്തുങ്ങിന് ഭയപ്പെട്ടത്, അതേപോലെ ഇന്നിപ്പോ ഒരു പിണറായി വിജയന് ഭയപ്പെടുന്നുണ്ട്. ഈ ഭയത്തിന്റെ പുറത്ത് നിലനിൽക്കാണ്. അല്ലെങ്കിൽ ശൈലജ ടീച്ചറൊക്കെ പണ്ടേ പുറത്തു പോയതിന്. അതെ. അങ്ങനെ പുറത്തു പോകാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ പുസ്തകത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഇതിന്റെ ലേറ്റസ്റ്റ് പുസ്തകം ഇറക്കിയിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞികൃഷ്ണനാണ്, പയ്യന്നൂര്. ഞാൻ കുഞ്ഞികൃഷ്ണനായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഭയപ്പെട്ടിട്ടാണ് കുഞ്ഞികൃഷ്ണൻ ജീവിക്കുന്നത്. അതെ. അത് മാത്രമല്ല, അത് പുസ്തകം സ്വീകരിച്ച അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചു. MN വിജയൻ മാഷിന്റെ മകനാണ് അദ്ദേഹം. ദേശാഭിമാനിയിൽ ദീർഘകാലം പത്രാധിപ സമിതി അംഗമായിരുന്നു അനിൽകുമാർ. അതെ. അമ്മാതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രാധിപരായിരുന്ന K ബാലകൃഷ്ണൻ പുസ്തകം ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് കേരളം എന്ന പുസ്തകത്തിന്റെ പേര്. ഞാൻ ആ പുസ്തകത്തിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് പിണറായി വിജയന്റെ അഭ്യാസമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ പുസ്തകത്തിനകത്താണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന MV രാഘവന്റെ ആത്മകഥയിലാണ്. ഇതിലൊക്കെ തന്നെ പിണറായി വിജയൻ വിഷം കൊടുക്കുന്നു എന്നുള്ള സംശയം MV രാഘവൻ ഉണ്ടെന്ന് അദ്ദേഹം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി രാഘവന് വിഷം കൊടുക്കുന്നു. പിണറായി വിജയൻ MV രാഘവന് ചായയിൽ വിഷം കലക്കുമോ എന്നുള്ള സംശയം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതിപ്പോ ഇവര് പുതുമയുള്ള കാര്യമല്ല. ഇത് ലെനിൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ലെനിൻ കിടക്കുന്ന സമയത്ത് ലെനിന്റെ ഭാര്യയോട് പറഞ്ഞു, സ്റ്റാലിനോട് പറയണം എനിക്ക് അല്പം സൈനൈഡ് കലക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ലെനിന്റെ ചരിത്രം. അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ലെനിന് സൈനൈഡ് കലക്കി കൊടുത്തത് സ്റ്റാലിനാണെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം 961 അവിടെ സംസ്കരിക്കപ്പെട്ട ലെനിന്റെ ബോഡിക്കടുത്ത് സംസ്കരിക്കപ്പെട്ട സ്റ്റാലിന്റെ ഡെഡ് ബോഡി ഉണ്ട്. ആ ഡെഡ് ബോഡി അവിടെ നിന്ന് പിഴുതുമാറ്റി. ആ പിഴുതുമാറ്റി ക്രെംലിൻ എന്ന് പറയുന്ന പട്ടണത്തിന് പുറത്തു കൊണ്ടിട്ട് സംസ്കരിച്ചു 12 വർഷക്കാലത്തിന് ശേഷം. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ബോഡി അവിടുന്ന് സ്റ്റാലിന്റെ ശരീരം എടുത്ത് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു കത്തയച്ചു എന്ന് പറയുന്നത്. അവർ കത്തയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് റഷ്യക്കാരെ കൊല്ലാൻ ഇത് മാറ്റാനുള്ള കാരണം പ്രധാനമായിട്ട് സ്റ്റാലിനെ കൊന്ന ആളുടെ ഡെഡ് ബോഡി അവിടെ വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പൊ സ്റ്റാലിന് സൈനൈഡ് കൊടുത്തത് ഇദ്ദേഹമാണ്, സ്റ്റാലിനാണെന്നുള്ള ബലമായ സംശയം സോവിയറ്റ് റഷ്യയിൽ വ്യാപകമായി. ലെനിന് വിഷം കൊടുത്തത് സ്റ്റാലിനാണെന്നുള്ളത്.
അത് കൊടുക്കാൻ പറഞ്ഞത് ലെനിന്റെ ഭാര്യ പറഞ്ഞിട്ടാണെന്നാ പറയാ. അവരുടെ കത്തുകൾ പിന്നീട് പാർട്ടി കോൺഗ്രസിൽ ചർച്ചയ്ക്ക് വരികയൊക്കെ ഉണ്ടായിരുന്നു, ലെനിൻ്റെ ഭാര്യയുടെ കത്തുകൾ. അതെ, ലെനിന്റെ ഭാര്യയുടെയും ലെനിന്റെ മകളുടെയൊക്കെ കത്തുകളൊക്കെ വന്നു, സ്റ്റാലിന്റെ മകളുടെയൊക്കെ തന്നെ വന്നു. ഈ കത്തുകളൊന്നും പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്ത രാജ്യങ്ങളിൽ പോലും ഇത് ജനദ്രോഹപരമായുള്ള പ്രസ്ഥാനമാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 28ഓളം പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമാണ് ഈ സ്ഥാനം തയ്യാറാക്കിയത്. ഒരു കഴിഞ്ഞ 2-3 വർഷക്കാലത്ത് നിരന്തരമായുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 144 പേജുകൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം വളരെ വലുതാണ്, വളരെ സ്ഫോടനാത്മകമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ തലമുറ ഉറപ്പായും, ഇന്നത്തെ തലമുറ മാത്രമല്ല, മുഴുവൻ ആളുകളും, ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകളും വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് ഇന്നുമുണ്ട്. ആ വധയന്ത്രം എന്നുള്ള നന്ദേട്ടൻ്റെ ഈ പുസ്തകം അത് വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ്, അല്ലേ? എല്ലാ പുസ്തകങ്ങളും കിട്ടും, ലഭ്യം. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം. കാരണം നമ്മൾ പുസ്തകത്തിൻ്റെ പ്രൊമോഷനല്ല, ഇതിനകത്തെ ആശയങ്ങളുടെ പ്രൊമോഷനാണ് നമ്മൾ നടത്തുന്നത്. ഉറപ്പായും വായിക്കേണ്ടുന്ന പുസ്തകമാണ്. ഈ പുസ്തകം ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നു.